ഒന്നേ നീ എന്നോടു ചൊൽക ഹിന്ദു മൗലി ഹാരമേ നീ ഒന്നേ നീ എന്നോടു ചൊൽക ഹിന്ദു മൗലി ഹാരമേ നീ ഹിന്ദു മൗലി ഹാരമേ നീ ഹിന്ദു മൗലി. പൊന്നോണം പോലെ തന്നെ മലയാളിയുടെ മാത്രം സ്വന്തമാണ് കഥകളിയും. കേരളത്തെയും കേരളത്തിൻ്റെ കഥകളിയെയും രാജ്യത്തിനും ലോകരാഷ്ട്രങ്ങൾക്കും മുന്നിൽ കൂടുതൽ ആഴത്തിൽ പരിചയപ്പെടുത്തി മലയാളിയുടെ അഭിമാനമായി മാറുകയാണ് അനുഗ്രഹീത നടൻ പള്ളിപ്പുറം സുനിൽ. കലാമണ്ഡലം കൃഷ്ണൻ നായരും കോട്ടക്കൽ ശിവരാമനുമെല്ലാം അടങ്ങുന്ന മഹാരഥന്മാർക്കു ശേഷം കഥകളി എന്ന കലാരൂപത്തിൻ്റെ മുഖ്യധാരയിൽ നിറഞ്ഞാടുന്നവരിൽ ഏറ്റവും പ്രമുഖനായി മാറുകയാണ് പള്ളിപ്പുറം സുനിൽ. വൈക്കം തെക്കേനട കലാശക്തി സ്കൂൾ ഓഫ് ആർട്സ് ഡയറക്ടറും കേരള കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സെക്രട്ടറിയായും വൈക്കം കഥകളി ക്ലബ്ബ് വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിക്കുന്ന പള്ളിപ്പുറം സുനിൽ ഇതിനകം 18 ലോകരാഷ്ട്രങ്ങളിൽ ശ്രീകൃഷ്ണനായും കാട്ടാളനായും നരകാസുരനായും ആടിത്തിമർത്ത് ആസ്വാദകരുടെ അഭിനന്ദനവും അംഗീകാരങ്ങളും വാരിക്കൂട്ടിയിട്ടുണ്ട്. ഇതിനിടെ തയ എന്ന സംസ്കൃതം സിനിമയിൽ നെടുമുടി വേണുവിനൊപ്പം വിശ്വനാഥൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയനായി. കലാമണ്ഡലം ഹൈദർ അലി എന്ന സിനിമയിൽ ശിവരാമനാശൻ എന്ന കഥാപാത്രമായും മഹാഗുരു എന്ന ചരിത്ര സീരിയലിൽ ശ്രീനാരായണ ഗുരുദേവനായും കിരീടവും ഉടുത്തുകെട്ടുമില്ലാതെയുള്ള അഭിനയവും തനിക്ക് അനായാസം വഴങ്ങുമെന്ന് തെളിയിച്ച് ഏറെ പ്രശംസയും സുനിൽ പിടിച്ചുപറ്റി. വേദികളിൽ നിന്ന് വേദികളിലേക്ക് കഥകളി അവതരിപ്പിക്കുന്നതിനായുള്ള പ്രയാണങ്ങൾക്കിടയിൽ പരമ്പരാഗത ശൈലിയെ മുറുകെ പിടിക്കുന്നതിനൊപ്പം നടത്തിയ നൂതന പരീക്ഷണങ്ങളും കയ്യടിയോടെയാണ് ആസ്വാദക സമൂഹം നെഞ്ചിലേറ്റിയത്. കഥകളിയും ഭരതനാട്യവും സമന്വയിപ്പിച്ച് പള്ളിപ്പുറം സുനിൽ ആവിഷ്കരിച്ച കൃഷ്ണമയം എന്ന നൃത്തശില്പം ഇന്ത്യയിലും വിദേശങ്ങളിലുമായി 100 വേദികൾ പിന്നിട്ടു. കഥകളി, ഭരതനാട്യം, ഒഡീസി എന്നിവ സമന്വയിപ്പിച്ച് ആവിഷ്കരിച്ച രഹസ്യ എന്ന നൃത്തശില്പത്തിൽ ശ്രീഹനുമാനെ അവതരിപ്പിക്കുകയും ചെയ്തു. കഥകളി, ഭരതനാട്യം, കൂടിയാട്ടം, യക്ഷഗാനം എന്നിവ സമന്വയിപ്പിച്ച് ആവിഷ്കരിച്ച ഭാവയാമി എന്ന നൃത്തശില്പത്തിൽ സ്വയം രാവണൻ്റെ വേഷം കൈകാര്യം ചെയ്തു. നവരസങ്ങൾ അനായാസം വിടരുന്ന കണ്ണുകളും മുഖവും വ്യക്തവും മനോഹരവുമായ മുദ്രകളും നൈസർഗിക നടനവാസനയുടെ മികവുമാണ് പള്ളിപ്പുറം സുനിലിൻ്റെ പിൻബലം. വിദേശികളും സ്വദേശികളുമായ ആസ്വാദകരും നിരൂപകരും കലാകാരന്മാരും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. Sunil in Kalashakti Vaikom was very good, very intense, very clear, very pedagogical. We learned a lot and it was very beautiful. I think that's the same thing, but I can't say that. So I was very impressed by your demonstration and the variety of the language of the karateki. So welcome, thank you for all and very good. We highly recommend you. 2000-നടുത്ത് വേദികളിൽ ഇതിനകം വ്യത്യസ്ത വേഷങ്ങൾ അവതരിപ്പിച്ച് നിറഞ്ഞാടിയിട്ടുള്ള പള്ളിപ്പുറം സുനിലിൻ്റെ കീഴിൽ കഥകളിയും ഭരതനാട്യവും കർണാടക സംഗീതവും ഇടയ്ക്കയും യോഗയും അഭ്യസിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം നിരവധി ശിഷ്യരാണ്. കഥകളിയിലും ശാസ്ത്രീയ നൃത്ത സംഗീത ഇനങ്ങളിലും പരമ്പരാഗത വാദ്യോപകരണ രംഗത്തും പുതുതലമുറയ്ക്ക് മികച്ച നിലവാരത്തിലുള്ള പരിശീലനം ലഭ്യമാക്കുവാൻ ലക്ഷ്യമിട്ട് വൈക്കം തെക്കേനടയിലെ VSM ആശുപത്രിക്ക് എതിർവശം പള്ളിപ്പുറം സുനിൽ സ്ഥാപിച്ച കലാശക്തി സ്കൂൾ ഓഫ് ആർട്സിൽ വിവിധ കലാ അധ്യയനം നടത്തുന്നത് നിരവധി വിദ്യാർത്ഥികളാണ്. വൈക്കം കേരള കലാഭവനിൽ 6 വർഷത്തെ കഥകളി പഠനം പൂർത്തിയാക്കിയ പള്ളിപ്പുറം സുനിൽ
തൃപ്പൂണിത്തറ RLV കോളേജിൽ നിന്ന് 4ാം റാങ്കോടെ കഥകളിയിൽ ബിരുദാനന്തര ബിരുദവും സമ്പാദിച്ചു. ടെലി സീരിയലിൽ മഹാകവി ഉള്ളൂരിൻ്റെ വേഷം അവതരിപ്പിച്ചിട്ടുള്ള സുനിലിനെ തേടി ഇതിനകം എത്തിയത് 100 കണക്കിന് അവാർഡുകളും പുരസ്കാരങ്ങളുമാണ്. നടനവും അധ്യാപനവും നൂതന കലാപരീക്ഷണങ്ങളുമായി നടനകലയിലെ മഹാമേരുവായി വിനയവും സൗമ്യതയും മുഖമുദ്രയാക്കിയ അനുഗ്രഹീത കലാകാരൻ തൻ്റെ കലാസപര്യ തുടരുകയാണ്. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.